العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. حميم عين سين قاف. أبتنا أكشرهم മൂന്നല്ലല്ലോ, അഞ്ചില്ലേ? ഹാണ്ട്, മീമുണ്ട്, അയനുണ്ട്, സീനുണ്ട്, കാഫ്, അഞ്ചക്ഷരമുണ്ടല്ലോ. ഹാക്ക് തമയായ മദ്ദേ ഉള്ളൂ. തമ എന്ന് പറയുന്നത് അസിലി, ഒറ്റലിക്കും. ഹയ്യുൻ തഹറ എന്ന് പറഞ്ഞ സാധനത്തിനാണ്. ഹയ്യുൻ തഹറ എന്ന് പറഞ്ഞ ഹാ, യാ, ത്വാ, ഹാ, റാ, ഇതെല്ലാം അസ്ലിയായ മദ്. അലിഫിന് പിന്നെ മദ്ദിൻ്റെ പ്രശ്നം വരൂലല്ലോ. മറ്റുണ്ടത് ഇവിടെ ഉള്ളത് മീമ് എന്തുണ്ടാവും? മീമ് ലാസിമായ മദ്ദുണ്ടാവും, ഹർഫി. സീനും അങ്ങനെ തന്നെ, കാഫും അങ്ങനെ തന്നെ. അയിന് എന്നുള്ളത് ശരിക്കും തന്നെ മദ്ദിയല്ല, ലീനാണ്. അതായത് കസർ വരികയോ നീട്ടാൻ യാവ് വരികയോ അല്ലെങ്കിൽ നമ്മ് വരികയും നീട്ടാൻ വേണ്ടി വാബ് വരികയോ അലിഫ് വരികയോ അംസ ഫത്തഹ വന്നിട്ട് നീട്ടാനുള്ള അലിഫ് വരികയോ ചെയ്തതാണ് മദ്ദി എന്ന് പറയും. ഇവിടെ അയിനിൻ്റെ അവിടെ എന്താ ഉള്ളത്? ജാൻ്റെ മുമ്പ് സാക്കിനായ ജാൻ്റെ മുമ്പ് ഫത്തഹ ഉള്ളത്. അവൻ മദ് ലീനാണ്. അതാണ്. അപ്പോൾ രണ്ടക്ഷരം മുമ്പിലും രണ്ടക്ഷരം ഇപ്പോഴും എടുക്കാതെ എന്നുള്ളത് അയിനുള്ളത്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ലാമിയത്തിൽ പറഞ്ഞത് വഫീ ഐനിൽ വജ്ഹാനി. അയിനിൽ രണ്ട് വജ്ഹുണ്ട്, നീട്ടണമെന്ന് നീട്ടണ്ടാന്ന്. എന്തുകൊണ്ടാണ് നീട്ടണ്ടാതെ? ലീനായതുകൊണ്ട്. ശരിയായ മദ്ദല്ലല്ലോ അല്ലേ? പക്ഷേ നീട്ടപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ അത് ഉള്ളത്, അതിൻ്റെ ജമാഅത്തിലാണ് ഉള്ളത്. അപ്പം വത്തൂല ഫുദ്ദില എന്ന് പറഞ്ഞു. വഫീ ഐനിൽ വജ്ഹാനി വത്തൂല ഫുദ്ദില. നീട്ടൽ എന്താക്കി? അഫ്ദലാക്കപ്പെട്ടു പോകുന്നു. അതുകൊണ്ടാണ് എന്താക്കിയ അയിന് ഇവിടെ മദ് അലാമത്ത് കൊടുത്തത്. അവിടെ എന്താണ് ലീന ഉണ്ടാകല്? സാക്കിനായ ആൻ്റെ മുമ്പിൽ ശരിക്കും വന്നാൽ കസർ വന്നാലല്ലേ മദ്ദാകല്. ഇവിടെ കസർ വന്നിട്ടില്ലല്ലോ, ഫത്തഹല്ലേ വന്നു. വാമനഹും മിൻ ഖൗഫ്, അവിടെയും ലീനാന്ന് വരുന്നു. ഉണ്ടാവും. ലീന് വരുമ്പോൾ അതിൽ കുറച്ച് കുറയും. അല്ല, മൂന്ന് സാധാരണ മദ്ദിൽ മൂന്നുണ്ടാകുമ്പോൾ കുറച്ച് കുറയും. ഹംസക്കാണ് ഏറ്റവും കൂടുതൽ. സാക്കിൻ വന്നാൽ കുറച്ച് കുറയും, ഒരു ഹർക്കത്ത് അല്ലേ? വൽമദ്ദു മിൻ ഖബ്ലിൽ മുസക്കരി ദൂനമാ ഖദ് മുദ്ദലിൽ ഹംസാത്തി ബിസ്തിഖാനി. വൽമദ്ദു മിൻ ഖബ്ലിൽ മുസക്കരി. പണ്ട് ചോദ്യക്കടലാസിൽ കൊടുത്തു, അവിടെ മുംകിനി എന്നാണ് അച്ചടിച്ചിട്ടുണ്ടാക്കിയത്. ഞാനെന്താക്കി കൂട്ടത്തിൽ അഭിപ്രായം എഴുതി, ചോദ്യക്കടലാസും കൂടി അച്ചടിപ്പിഴവിനെ തൊട്ട് വ്യക്തമാക്കൽ അനിവാര്യമാകുന്നു. മിൻ ഖബ്ലിൽ മുംകിനി എന്നുണ്ടായി. വൽമദ്ദു മിൻ ഖബ്ലിൽ മുസക്കനി എന്നാവുണ്ട്. സുക്കൂറിൻ്റെ മുമ്പിലുള്ള മദ് ദൂനമ ഖദ് മുദ്ദലിൽ ഹമസാത്തി. ഹംസക്ക് വേണ്ടി നീട്ടിനാക്കണ കുറച്ച് കുറവാണ്. ദൂനമാൻ്റെ ഹർക്കത്താണ് ഒരു ഹർക്കത്ത്. ഇപ്പം മൂന്നുണ്ടെങ്കിൽ 2.25 പിറമിൽ സാക്കിൻ. അപ്പം മുസക്കൽ എന്ന് പറഞ്ഞാൽ എന്താകും? മദ് ലാസിമായി ലഭിക്കുക. അത് മുസക്കലായാലും ശരി, ഖഫഫായാലും ശരി. മുസക്കൽ ഏതാണ്? ഷദ്ദിൽ അവസാനിക്കുന്നത്.
മിൻ ഖബ്ലി ഇൻസും വലാ ജാൻ. ശ്രദ്ധ അവസാനിച്ചത് മുഖഫഫ് എന്ന് പറഞ്ഞാൽ വെറും സുക്കൂൻമേൽ അവസാനിക്കുന്നത്. അത് തന്നെയാണ് ആരിതും. പക്ഷെ ആരിതെന്ന് സ്ഥിരമായതല്ല എന്ന് കാണിക്കാൻ വേണ്ടി ആരിന് പേര് കൊടുത്തതേ ഉള്ളൂ. ഇപ്പം പറയാപ്പോൾ ഇവിടെ കാണില്ലേ അസീസുൽ ഹക്കീം. ഇവിടെ എന്താ വെച്ചത്? മീമിന് സുക്കൂന് ഇപ്പം ഉണ്ടാക്കിയതാണ് ഒക്കെ. പിന്നെ ആ സുക്കൂനെ തുടർന്നുണ്ടാകുന്ന മദ്ദും പുതുതായി വന്നു. അല്ലെങ്കിൽ എന്താ ഉണ്ടാകല്? ഒറ്റ. അതെ, العزيز الحكيم له ما في السماوات وما في الأرض وهو العلي العظيم تكاد السماوات تتفتح. പക്ഷെ എല്ലാം കിടക്കുന്നതാണ് സാക്കിൻ്റെ മുമ്പാന്ന് മത്ത്, സൂക്കുവിൻ്റെ മുമ്പാണ് മത്തുള്ളത്. ആരുന്നായാലും ശരി, ലാസിമ മുസക്കലായാലും ശരി, ലാസിമ മുഖഫഫായാലും ശരി. ഇവിടെ كذلك അതിൻ്റെ ഓർമ്മ തന്നെയല്ലേ. തുടങ്ങാം. كذلك يوحي إليك وإلى الذين من قبلك الله العزيز الحكيم له ما في السماوات وما في الأرض وهو العلي العظيم تكاد السماوات يتفطرن من فوقهن والملائكة يسبحون بحمد ربهم ويستغفرون لمن في الأرض ألا إن الله هو الغفور الرحيم. നേരത്തെ പറഞ്ഞില്ലേ മലായിക്കത്ത് ഹംദോടുകൂടി തസ്ബീഹ് ചൊല്ലുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നത്. മുമ്പ് കഴിഞ്ഞ സൂറത്തിൽ അത് കുറേ നീട്ടി പറഞ്ഞിട്ടുണ്ട്. ഒരാൾ തുടങ്ങുന്നു. وكذلك أوحينا إليك قرآنا عربيا لتنذر أم القرى ومن حولها وتنذر يوم الجمع لا ريب فيه فريق في الجنة وفريق في السعير. അപ്പോൾ എന്താ ഖുർആൻ്റെ ഔസാഫാണ് എണ്ണിയത്? ഖുർആനൻ അറബിയൻ. അപ്പോൾ അറബി ഭാഷയിലല്ലാണ്ട് ഖുർആനില്ല. അപ്പോൾ അറബി ഭാഷയ്ക്കുള്ള നിയമങ്ങളൊക്കെ ഇനിയോ ഖുർആൻ കൊണ്ടുള്ള താക്കീത് അറിയിക്കണം. ഉമ്മൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ മക്ക, ഒമൻ ഹൗലഹിയുണ്ട്. അപ്പോൾ ഖുർആന് ഒരു നാട്ടിലേക്ക് മാത്രമല്ല, എല്ലാ ലോകവ്യാപകമായിട്ടാണ് ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്ത് ഒരു നാട്ടിലേക്കല്ല, ഒരു വർഗത്തിലേക്കുമല്ല, ലോകവ്യാപകം അള്ളാഹു അല്ലാത്ത സർവ്വ വസ്തുക്കളിലേക്കും. അലീസുകളും പെട്ട്, ജിന്നുകളും പെട്ട്, മലായിക്കത്ത് പെട്ടു, പിന്നെ മൃഗങ്ങളും പെട്ട്, ചെടികൾ പെട്ട്, എല്ലാം പെട്ട്, ജമാഅത്തും നബാത്തെല്ലാം പെട്ടല്ലോ. അപ്പം ഇൻസുകൾക്കും ജിന്നുകൾക്കും മേധാവിമാർക്കും പഠിപ്പിക്കാനെന്ന് പറയാം അല്ലേ. മലായിക്കത്ത് ഇപ്പം തന്നെ നല്ല കൂട്ടറല്ലേ. പിന്നെ തഷ്രീഫ് എന്ന് പറഞ്ഞാൽ എന്താ? മലായിക്കത്തിനെ നന്നാക്കാൻ വേണ്ടി ഇതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുള്ള തബയ്യത്ത് കൊണ്ട് ഓർക്ക് പോലീസ് കിട്ടണം. എന്നാലും മലായിക്കത്തിനെ കൊണ്ട് ഇങ്ങോട്ട് കിട്ടലല്ലേ തഷ്രീഫ്. മറ്റേ തക്ലീഫ്, അതെ അതെ, ഇൻഷാല്ലാ തഷ്രീഫ്. എന്നാൽ പിന്നെ ജമാഅത്തിനും ഹൈവാനാത്തിനൊക്കെ എന്താണ്?
അല്ല തവക്കീത്ത് എന്ന് പറയില്ല. കാരണം ബുദ്ധിയൊന്നുമില്ലാത്ത ജമാഅത്തായ വസ്തുക്കൾക്ക് പോലും ഇതല്ലാതെ റസൂലാന്ന് മനസ്സിലാകുന്നു. പിന്നെ സലാം കല്ല് സലാം പറഞ്ഞു, മൃഗങ്ങൾ സലാമിന് എത്ര സംഭവമാണ് ഞാൻ മോദി തീർത്തത്. ലോകത്തുണ്ടാവും അങ്ങനത്തെ ഒരു സംഭവം കേട്ടിട്ട്? ലോകത്തുണ്ടാവും ഇപ്പം തോന്നില്ല ഈ കാലത്ത്. അപ്പം ബുദ്ധിജീവിയാണ് എന്ന് പറയുന്ന മനുഷ്യനോട് വെല്ലുവിളിയാണ്. തങ്ങൾക്കുള്ള വിശാലത്വം ഹുസൂസിയത്തും എനിക്ക് പോലും മനസ്സിലായിട്ടുണ്ട്. എനിക്കെന്താ മനസ്സിലാകാത്തത്? അതെ, മൻ അന, ഉടമ്പിനോട് ചോദിച്ചില്ല മൻ അന, ഞാനാര്? അന്തൽ മഖ്സൂസ് മിനല്ലാഹി ബിൽ കറാമ ഫമൻ ആമന ബിക ഫഹുവ ഫിൽ ജന്നതി മഅൽ അബ്റാർ. റബ്ബിൻ്റെ കഥ. അതായത് മറ്റവനോടൊരു വെല്ലുവിളി. ബുദ്ധിയില്ലാത്ത വസ്തുക്കൾക്ക് പോലും എന്തായിട്ടുണ്ട്? തങ്ങൾ വിശാലത്തെ മനസ്സിലായിട്ടുണ്ട്. എനിക്കെന്താ മനസ്സിലാകാത്തത്? ചിലത് മനസ്സിലായി ആയിട്ടുണ്ടാവും, പക്ഷെ അത് പറഞ്ഞാൽ കിബറ് സമ്മതിക്കൂല. 9 10 ചിലപ്പോൾ കാൽക്കുലേറ്ററിൽ തിന്നിട്ടുണ്ടാവും, പക്ഷേ ഓൻ 12 എന്ന് പറഞ്ഞ കഴിഞ്ഞതിൻ്റെ മുകളിലങ്ങ് നിൽക്കും. ആ നമ്മുടെ ഖുർആൻ്റെ ആയത്ത് ടോട്ടൽ ഇത് കള്ളാൻ സുരത്തില്ല, പറിച്ച് തിരിച്ചറിയാം. ഇതെല്ലാം കഴിഞ്ഞിവിടെ ബദറും ഹന്തക്കെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോഴിപ്പോൾ ഇങ്ങനെ പത്തായിട്ട് നിൽക്കുന്നത്. എന്നെങ്ങാനും പിന്മാറിപ്പോയെങ്കിൽ ഇങ്ങനത്തെ ക്ലാസ് നടക്കലുണ്ടാവില്ല. നോക്കാം. ولو شاء الله لجعلهم أمة واحدة ولكن يدخل من يشاء في رحمته والظالمون ما لهم من ولي ولا نصير. റഹ്മത്തി ഹാ പറയുന്നുണ്ടല്ലോ അല്ലേ? ഹാ ഉണ്ടാവും അല്ല, ചിലര് ഹാ പറയൂല. ചിലതാക്ക് മുത്തക്കൽമനിയാക്കും റഹ്മത്തി. ചില കുത്തു മുതലുണ്ടല്ലോ, അന്ന് ജുമേണ്ടാവില്ല എന്ന് മാത്രം. എൻ്റെ കുതുസ് കൊണ്ട്, അത്ര വലിയ കുതുസാന്ന്. അതിക്ക് മെമ്പർമല്ല കയറിനി, പള്ളിയിലെ കോജയല്ലേ. ഇനി فالله هو الولي وهو يحيي الموتى وهو على كل شيء قدير. وما اختلفتم فيه من شيء فحكمه إلى الله ذلكم الله ربي عليه توكلت وإليه أنيب. فاطر السماوات والأرض جعل لكم من أنفسكم أزواجا ومن الأنعام أزواجا يذرأكم فيه ليس كمثله شيء وهو السميع البصير. അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവൻ്റെ നാട്ടിലേക്ക് നോക്കിയിട്ട്. തുടർന്നുണ്ട് സമീഅ് ബസീർ എന്ന് തുടങ്ങിത്തന്നു. അതിനെന്താക്കാം? ഖദീർ, ബാക്കി സിഫാത്ത് കൂട്ടിക്കാം. ലഹു സിഫാത്തുൻ സബഅത്തുൻ തൻതളിമു എന്ന് പറഞ്ഞ മാതിരി ബാക്കി സിഫാത്തായിരുന്നു പിടിച്ചെടുത്തോ. സമീഅ് ബസീർ. ഇനെന്തുണ്ടാവും? ഇൽമ്, ഹയാത്ത്, ഖുദ്റത്ത്, ഇറാദത്ത്. മയ്യഷാവിൻ്റെ ഇതകാവ് പോയി.
അതൊക്കെ തന്നെ റാന്താവുണ്ട്. അപ്പം അങ്ങനെ തന്നെ വരച്ച് يبسط الرزق لمن يشاء ويقدر إنه بكل شيء عليم. شرع لكم من الدين ما وصى به نوحا والذي أوحينا إليك وما وصينا به إبراهيم وموسى وعيسى أن أقيموا الدين ولا تتفرقوا فيه كبر على المشركين ما تدعوهم إليه الله يجتبي إليه من يشاء ويهدي إليه من ينيب. എല്ലാ അമ്പ്യാവസ്തുതങ്ങളും കൊണ്ടുവന്ന ഷറഅ് ഒറ്റൊന്നേ ഉള്ളൂ. ശാഖാപരമായ ചില കാര്യങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങളുണ്ടാവും. അതിപ്പോൾ നമ്മുടെ ശരീരമുണ്ടല്ലോ. ആണുങ്ങൾക്ക് ചില പ്രത്യേക ഹുക്കുമ്പ് വരുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഹുക്കുമ്പ് മാറുന്നുണ്ട്. മുസാഫിറിനും മുഖീമിനും ഹുക്കുമ്പ് മാറുന്നുണ്ട്. വെതിലുള്ള ആളുകൾക്കും ഇല്ലാത്താർക്കും ഹുക്കുമ്പ് മാറുന്നുണ്ട്. അദ്ദേഹത്തിൽ ഉസൂലിലൊന്നും മാറ്റില്ല, ഫുറൂഇയാത്തിൽ മാത്രം. അതാണ് ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക. അല്ലോ, അപ്പം അമ്പിയാമുർസലീങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എണ്ണീറ്റുള്ളൂ. കാലപ്പഴക്കത്തിലേക്ക് നോക്കിയിട്ട് മാ വസ്സൈനാ ബിഹി നൂഹൻ, പിന്നെ ഫളായിൽ നോക്കിയിട്ട് എന്താക്കി വല്ലദീ ഔഹൈനാ ഇലൈക, പിന്നെ വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വ മൂസ വ ഈസ ഉലുൽ അസ്മങ്ങളായ മുർസലീങ്ങൾ അലൈഹിമുസ്സലാത്തു വസ്സലാമിൻ്റെ 3 പേര്. എന്താ ഉള്ളതൊട്ടാകാം? അൻ അഖീമുദ്ദീന വലാ തതഫറഖൂ ഫീഹി. അള്ളാഹുവിൻ്റെ ദീൻ എന്താക്കണോ? അതിൻ്റെ ഉസൂലും ഫുറൂഉം എല്ലാം നിലനിർത്തിക്കൊള്ളുക, ഒരു മാറ്റവും ഇല്ല. അത് രണ്ടഭിപ്രായമില്ല. അപ്പം ഇത് മുശ്രിക്കീങ്ങൾക്ക് സഹിച്ചുകൂടാ. എന്താ കബുതാരൽ മുശ്രിക്കീനെ മാത്രമില്ലേ? ഇനി അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ എന്തുണ്ട്? അള്ളാഹു യജ്തബീ ഇലൈഹി മൻ യശാഉണ്ട് വയഹ്ദീ ഇലൈഹി മൻ യുനീബുണ്ട്. സൂഫിയാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ മുറാദീങ്ങളുണ്ട്, മുരീദീങ്ങളുണ്ട്. മുരീദെന്ന് എനിക്ക് വേണമെങ്കിൽ അള്ളാഹിനെ അതിനകത്തേക്ക് എത്തിക്കോ, അധ്വാനിച്ചോ, പണിയെടുത്തോ, വേണ്ടെങ്കിൽ വെച്ചോ. അതാണ് വയഹ്ദീ ഇലൈഹി മൻ യുനീബ്. നീനാപത്ത് ചെറുത്ത് വെച്ചുകൊണ്ടാണ് നീ നയിക്കുന്നുണ്ടെങ്കിൽ തരാം. ഇല്ലേ? പിന്നെ എവിടെ വെച്ചാണോ മതിയാക്കാം. പക്ഷെ യജ്തബീൽ പാതിക്ക് വെച്ച് നിർത്താൻ പറ്റില്ല. അത് അല്ലാഹു തആല തന്നെ തിരഞ്ഞെടുത്തു. അതാ മുറാദീങ്ങൾ. എനിക്ക് താനക്കായി എന്ന് പറഞ്ഞില്ലേ? ഞാൻ നിങ്ങളെ കൊണ്ട് ലക്ഷ്യം കണ്ടിട്ടുണ്ട്. എന്തിനാണ് മറ്റുള്ളവർക്ക് മാതൃക കാണിക്കാൻ? ആ ഫീൽഡിൽ നിന്ന് വിട്ടിട്ട് വേറെ ചാടിപ്പോയാൽ ഇങ്ങോട്ട് തന്നെ പിടിച്ചുകൊണ്ടിരും. അത് വിട്ടുപോകാൻ കഴിയില്ല. എങ്ങോട്ട് ചാടി ഇവൻ്റെ ഇഖ്തിയാർ പറയാൻ ചാടിയാൽ തിരിച്ചുകൊണ്ടിരും. അതാ മുറാദീങ്ങളുടെ പോകും. മുറാദീങ്ങളെ കാണുമ്പോൾ കാണണം, ജന്മത്തിൽ തന്നെ അവർക്ക് പ്രത്യേകത ചില ഖുസൂസിയാത്തുകളുണ്ട്. കഴിഞ്ഞാൽ അമ്പിയാ മുർസലീങ്ങളെക്കാരാണ് മുറാദീങ്ങളാണ്. ആരെങ്കിലും എന്നെ നബിയാക്കണം എന്നിട്ട് അധ്വാനിച്ചിട്ട് വലിയ ഫീൽഡ് കിട്ടിയല്ലോ തിരഞ്ഞെടുത്തത്. അങ്ങനെ ഔലിയാക്കളിലുണ്ടോ? അമ്പിയാക്കളും അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അങ്ങനെ തുടങ്ങി കിബാറുള്ള ഔലിയാക്കളെല്ലാം ഒക്കെ മുറാദികളാണ്. അജ്മീർ ഖാജ, ഇമാം നവവി, ഇമാം ഷാഫി. അതാ അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി വളർന്നാക്കി എല്ലാവർക്കും മാതൃക കാണിക്കാൻ വേണ്ടിയിട്ട് ഒരാളാക്കിയിലാണ് നിർത്തി. അമ്പിയാക്കളെ അനന്തരാവകാശികളേറ്റി. ബാക്കിയെല്ലാം നെയ്ച്ചിട്ടുണ്ടാക്കുന്ന നിങ്ങൾക്ക് വിലായത്തിൻ്റെ ഏത് മർത്തബയും എത്തേണ്ടത് എടുത്താം. എവിടെ വെച്ചാൽ മതിയാക്കുന്ന എനിക്ക് പിരിഞ്ഞു പോകാം.
ഇനാപത്ത് മഞ്ഞുണീബുണ്ടല്ലോ, ആ ഇനാപത്തിന്റെ കടപ്പ് എത്രയുണ്ട് അത്ര കണ്ട് കയറും. وما تفرقوا إلا من بعد ما جاءهم العلم بغيا بينهم ولولا كلمة سبقت من ربك إلى أجل مسمى لقضي بينهم وإن الذين أورثوا الكتاب من بعدهم لفي شك منه مريب. فلذلك فادع واستقم كما أمرت ولا تتبع أهواءهم وقل آمنت بما أنزل الله من كتاب وأمرت لأعدل بينكم الله ربنا وربكم لنا أعمالنا ولكم أعمالكم لا حجة بيننا وبينكم الله يجمع بيننا وإليه المصير. والذين يحاجون في الله من بعد ما استجيب له حجتهم داحضة من بعد മിമ്പാദിട്ടുണ്ട് അല്ലപ്പ മിമ്പാദിന്റെ താലൂക്ക് എടുത്തേക്കുന്നു പറഞ്ഞ മിമ്പാദിന്റെ താലൂക്ക് എടുത്തേക്കുന്നു. അപ്പൊ യുഹാജിനപ്പുറം അതിന്റെ താലൂക്കം കൊണ്ടുപോയല്ലോ, ആ താലൂക്ക് അങ്ങോട്ടാന്ന് പിടിച്ചെടുത്ത് ഇവിടെ കുറച്ചുള്ള എന്താ കാര്യമോ? എന്നോട് എടുക്കൽ എന്താന്ന് ഹുജ്ജത്തുഹും ദാഹിലത്തും തുടങ്ങാനേ പറ്റുള്ളൂ. അത് മുഹത്തത അവിടെ എത്തിയിട്ടുള്ളൂ. പിന്നെ ശ്വാസം മുട്ടി എന്താക്കുന്നു? വല്ലദീന യുഹാജ്ജൂന മുഹത്തതയാണ്. വല്ലദീന യുഹാജ്ജൂന ഫില്ലാഹി മിൻ ബഅദി മസ്തുജീബ ലഹു. അതിന്റെ ഖബർ പറഞ്ഞ ഹുജ്ജത്തുഹും ദാഹിളത്തുൻ ഇൻദ റബ്ബിഹിം വഅലൈഹിം ഗളബ് വലഹും അദാബുൻ ശദീദ്. അപ്പൊ ഖബറിന്റെ ഭാഗത്തുനിന്ന് 3 ജുംലുണ്ട്. ഏതെല്ലാം? ഹുജ്ജത്തുഹും ദാഹിളത്തുൻ ഇൻദ റബ്ബിഹിം വഅലൈഹിം ഗളബുൻ വലഹും അദാബുൻ ശദീദ്. ഏത്? അതെ, എന്താ റബ്ബിയ കാഫി ഒക്കെ കാഫി. നീ തുടങ്ങാൻ അത് തന്നെ. والذين يحاجون في الله من بعد ما استجيب له حجتهم داحضة عند ربهم وعليهم غضب ولهم عذاب شديد. الله الذي أنزل الكتاب بالحق والميزان وما يدريك لعل الساعة قريب. يستعجل بها الذين لا يؤمنون بها والذين آمنوا مشفقون منها ويعلمون أنها الحق ألا إن الذين يمارون في الساعة لفي ضلال بعيد. الله لطيف بعباده يرزق من يشاء وهو القوي العزيز. മയ്യശാവിന്റെ അത് കുറഞ്ഞുപോയി അല്ലേ? അത് മുത്തച്ഛനല്ലേ? الله لطيف بعباده يرزق من يشاء وهو القوي العزيز. من كان يريد حرث الآخرة نزد له في حرثه ومن
كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب. ഇവിടെ കണ്ട ജനങ്ങൾ രണ്ട് തരക്കാരുണ്ട്. ഒന്ന് ആഖിറത്തിന് വേണ്ടിയുള്ള കൃഷി, മറ്റൊന്ന് ദുന്യാവിന് വേണ്ടിയുള്ള കൃഷി. ഇവിടെ അല്ലാഹു തആലാക്ക് ഏതാ തൃപ്തികരം? ആഖിറത്തിൻ്റെ. മൻ കാന യുരീദു ഹർസൽ ആഖിറത്തി നസീദ് ലഹു ഫീ ഹർസിഹി. നല്ലൊരു ഒരു ഒരു ഒന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. അവൻ്റെ ഹർസിൽ നമ്മൾ വർദ്ധിപ്പിച്ചു കൊടുക്കും. നിങ്ങൾ കുറച്ച് ചെയ്താൽ മതി, ബാക്കി വർദ്ധന നമ്മൾ തരാം, അല്ലേ? വമൻ കാന യുരീദു ഹർസദ് ദുനിയാ നുഅതിഹി മിൻഹാ. അവിടെ ഇല്ല, നസീദ് എന്നുള്ള ഏറ്റെടുത്തിട്ടില്ല. മിന്ന തമയില്ല. എന്തായാലും മിന്ന തമയില് എന്ന് പറഞ്ഞാൽ മിന്നിൻ്റെ ശേഷം ഒരു ബഅല് എന്ന് കൂട്ടി കൊടുത്താൽ മാന വൃത്തിയാക്കാൻ കഴിയണം. അതാ തമയിലിൻ്റെ മിന്ന്. അപ്പം മിന്നിന് ശേഷം ഒരു ബഅല് എന്ന് കൂട്ടി കൊടുത്താൽ മിൻ ബാലിഹ. അപ്പോൾ ദുന്യാവിൽ നിന്ന് ഇവൻ ആഗ്രഹിച്ച പോലെ എല്ലാം കൊടുക്കൂല, കുറച്ച് ബഅല് കൊടുക്കും. റിയാദത്തോ അത് ഏറ്റിട്ടില്ല. പ്രയോഗത്തിന് എന്തിട്ടോ വമാലഹു ഫിൽ ആഖിറത്തി മിൻ നസീബ്. പരലോകത്തിൽ വന്നവരുടെ നസീബും കിട്ടുകയും ചെയ്യൂല. കച്ചവടം നഷ്ടമായി. ഏതിൻ്റെ അത് ഈ ആയത്തുനിന്ന് പിടിച്ചെടുത്തല്ല. അള്ളാഹുവിലേക്കുള്ള വിസാലിനെ ഉദ്ദേശിച്ച ഒരബുദ് ഇത്രയുള്ളൂ. അതിനെന്താക്കണം? നേർക്ക് നേരെ ആക്കാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചെന്ന അംബിയാ മുർസലീങ്ങളിലൂടെ അതുപോലെ ഔലിയാക്കളിലൂടെയാണ് ഇതിൻ്റെ വിസാലിന് ഒരു വകുപ്പുണ്ടാക്കിയത്. അപ്പോൾ അദ്ദേഹം മുഖേന എന്താക്കി അതിനുദ്ദേശിച്ചിട്ട് അള്ളാഹുവിൻ്റെ വിസാൽ ഉദ്ദേശിച്ച ആളെന്നേ അർത്ഥമുള്ളൂ. ഈ ജോലി ഇതൊന്നും പിടിച്ചെടുത്തോളുന്നില്ല. അപ്പോൾ തമ്മിൽ വ്യത്യാസം കണ്ട. മൻ കാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു ഫീ ഹർസിഹി. അപ്പോൾ ഹർസുൽ ആഖിറ ഉദ്ദേശിച്ചിട്ട് ഒരാൾ ഒരു സലാത്ത് ചൊല്ലി 10 നൂറ്റാണ്ടിൽ വരുന്നു. നസിദ് ലഹു ഫീ ഹർസിഹി. എല്ലാത്തിനും 10 ഇരട്ടി, ഏറ്റവും മിനിമം 10 ഇരട്ടി. അവിടുന്ന് അവസരോചിതമായി എന്താക്കും? ഏറി 100, 70, 70,000 കണക്കില്ലാണ്ടും പോകും. ഏത് അല്ല, അത് നമ്മൾ നിയ്യത്തോട് ശരിയാക്കി എടുക്കുന്നതല്ലേ. ഇനി വമൻകാന യുരീദു ഹർസദ് ദുനിയാ നുഅതിഹി മിൻഹാ എന്നാ പറഞ്ഞിരിക്കുന്നു. ഉണ്ടാ നൂറും അന്നത്തെ അത് ഇസ്രായി, സൂറത്തുൽ ഇസ്രാ നോക്കിയാട്ടെ. കുല്ലൻ നുമിദ്ദു ഹഉലായി വഹഉലായി മിൻ അതാഇ റബ്ബിക്. സൂറത്തുൽ ഇസ്രായിലുണ്ടായില്ലേ? അത് കഴിഞ്ഞില്ലേ? അടുഭാഗത്തെ പേജിലാണ് വേണ്ടത്. അതൊക്കെ من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا. عاجلة إلى دنيا من الدعوة. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. മാറ്റേണ്ടില്ലേ? കൂടുതൽ പ്രോത്സാഹനമൊന്നുമില്ല. ഒരാൾ ദുന്യാവിനെയാണ് വേണ്ടത് വെച്ചതെങ്കിൽ കൊടുത്തേക്കാം. പക്ഷേ നമ്മൾ നിശ്ചയിച്ചൊരു കണക്കുണ്ട്, അതേ കൊടുക്കൂ. ഓൻ ഉദ്ദേശിച്ച പോലെ കൊടുക്കൂല. അജ്ജൽനാ ലഹു ഫിഹാ മാ നശാഉ ലിമൻ നുരീദു. അവിടെ 2 കൈതാ. ഇവനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് തീരുമാനിച്ചിട്ടുണ്ട് മുമ്പേ, ഒരളവ്. ആ അളവ് എന്താവില്ല, കൂടുകയും ചെയ്യില്ല, കുറയുകയും ചെയ്യില്ല. അധ്വാനിച്ച് രാവുമ്പോൾ അധ്വാനിച്ച് ഉറക്കുകയും നിന്നിട്ടല്ലേ എന്താവില്ല, അത് ആ അളവ് കൂടൂല.
അത് അലിമൻ നുരീദു. പിന്നെ അവന് പിന്നെ ലാസ്റ്റ് ജഹന്നമ ഉണ്ടാവില്ലേ. ഇപ്പറോ വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ. അവിടെ ഒരു ഷർത്ത് വെച്ചിട്ടുണ്ട്, മുഅ്മിനായ രീതിയിലായിരിക്കണമെന്നൊരു ഹാല്. എന്നാൽ ഫൗലൈക കാന സഅയുഹും മഷ്കൂറാ. അവൻ്റെ സഅയ് ഉണ്ടല്ലോ, വസഅ ലഹാ സഅയഹാ എന്ന് പറഞ്ഞാൽ അത് വളരെ തൃപ്തികരമാണ്, വളരെ മഷ്കൂറാണ്. എല്ലാം അപ്പം എല്ലാവരും മുമ്പിലേക്കുള്ളന്ന് കൈതൊന്നും കൂടെ എടുത്ത് പറയാല്ല. അപ്പം എല്ലാത്തിലും വേണ്ട ഈമാൻ. അതായത് ഇത് അല്ലാഹു തആല കൽപ്പിച്ച കൽപ്പനയാകുന്ന ഓരോ ജുസിയ്യാത്തിനും ഈമാൻ ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഇന്ന സവാബ് അതിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അള്ളാഹിൻ്റെ വക്കത്ത് കിട്ടണം. അപ്പോൾ ഏത് സാലിഹായ അമലിനും പിന്നിൽ ഓരോ ജുസിയ്യായ ഈമാൻ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ രണ്ട് കൂട്ടരായി പറഞ്ഞത് കുല്ലൻ നുമിദ്ദു ഹൗലായി വഹൗലായി മിൻ അതാഇ റബ്ബിക്. അപ്പോൾ രണ്ടാൾക്കും കിട്ടേണ്ടത് തന്നെയാണ് അതാഉ റബ്ബാണ്. ഹൗലായി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മൻകാന യുരീദുൽ ആജിലത, വഹൗലായി വമൻ അറാദൽ ആഖിറ. അപ്പോൾ രണ്ടും മന്നല്ലേ. കുല്ലൻ നുമിദ്ദു ഹൗലായി വഹൗലായി മിൻ അതാഇ റബ്ബിക് വമാ കാന അതാഉ റബ്ബിക മഹ്ളൂറാ. നിൻ്റെ റബ്ബിൻ്റെ അത്താവ് തടയപ്പെടുന്നൊന്നുമല്ല, കിട്ടേണ്ടാക്ക് കിട്ടേണ്ട അളവനുസരിച്ച് കിട്ടും. ഇത് ദിസ്ക്ക് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നമ്മൾ പണ്ടേ ചർച്ച ചെയ്ത് ചർവിത ശ്രവണമായിരുന്നു. അതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത. ഒരു സാധനം തന്നെ കഴിയാമെന്നാൾ ഒരേ പറഞ്ഞു കൊടുക്കില്ല. അതായത് ചക്കിന് കെട്ടിയ മൂരിയില്ലേ, എത്ര കിലോമീറ്റർ നടക്കുന്നുണ്ട് ഇവിടുന്ന്, പക്ഷേ സ്ഥാനം മാറൂല. അതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത. മറ്റുള്ളതിങ്ങനെ കയറി പോയിട്ട് LKG മുതൽ എന്താക്കും ഡിഗ്രിയും PG എല്ലാം പാസ്സാകുന്നുണ്ട്. നമ്മൾ എന്താക്കലേ തിരിച്ചേക്കൽ തന്നെ കർണുനലാമ ഫറ. മറ്റുള്ളവർക്കില്ലാത്തൊരു പ്രത്യേകതയാണ്. എപ്പം ക്ലാസ്സിൽ തന്നെയാണ്. ദിസക്ക് 4 ജാതിയുണ്ട്. മദ്മൂനുണ്ട്, മഖസൂമുണ്ട്, മൗഊദുണ്ട്. പിന്നെ മദ്മൂന്, മഖസൂമ്, മൗഊദ്, മംലൂക്ക്, ഈ 4 ജാതിയുണ്ട്. മദ്മൂനായത് ഇനത്തിൽപ്പെട്ട റിസ്ക്കിന് നമ്മളെ അധ്വാനത്തിന് യാതൊരു പങ്കുമില്ല. അള്ളാൻ്റെ പടപ്പാകേ ഉള്ളൂ. അള്ളാഹ് പടച്ചൊരു വസ്തുവാകുക. പടച്ചോൻ എന്താക്കിയിട്ടുണ്ട്, എനിക്ക് വേണ്ടെന്ന് കൊടുക്കാൻ ഏറ്റിട്ടുണ്ട്. അത് വേണ്ടാന്ന് പറഞ്ഞാലും കൂടെ ദ്വാരണ ഉത്തരില്ല. നാം അവിടെയാണ് എന്താക്കിയത്, ഇന്ന റിസ്ക്കാൽ എത്തുലബുൽ അബ്ദ കമാ എത്തുലബുഹു അജലുഹു എന്നാണ്. ഒരുത്തൻ്റെ ആയുസ് ഓനെ തേടി വരുന്നുണ്ടല്ലോ പിന്നാലെ എന്നതുപോലെ റിസ്ക്കോനെ പിന്നാലെ വരും. വേണോന്ന് വെച്ചാലും വേണ്ടാന്ന് വെച്ചാലും പിടിച്ചു വന്നിട്ട് നമുക്ക് തരും. അതാണ് ഇത് മദ്മൂനായ റിസ്ക്. അതായത് അല്ലാഹു തആല ഒരു ഹൽക്കിനെ പടക്കുമ്പോൾ ഇവനിക്ക് വേണ്ട എന്താണോ അത് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ വെറുതെ പഠിച്ചിട്ട് ഹലാക്കാകലല്ലേ. ഇവിടെ ഒരു കോളേജ് നടക്കുന്നുണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥിനി ചേർക്കുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് വേണ്ടുന്ന താമസ സൗകര്യം, ഭക്ഷണം, ചോറ്, കഞ്ഞി, കടി, ചായ, എല്ലാ സൗകര്യങ്ങളും എന്താക്കുന്ന ആദ്യം മദ്മൂനായിട്ടാണ് ഒരു കുട്ടീനെ ചേർക്കുന്നത്. അല്ല നീ പോയിട്ട് പട്ടിണി നടന്നോ, അല്ല നീ പോയിട്ട് ഹോട്ടലിൽ പോയി കഴിച്ചോന്ന് പൈസ കൊടുത്തിട്ട് കഴിച്ചെന്ന് ആരും പറയുന്നില്ല. അത് അള്ളാഹുടെ ഡ്യൂട്ടി പോലെ അല്ല ഏറ്റെടുത്ത്. അള്ളാഹ്ക്കൊരു ഡ്യൂട്ടിയില്ല, അല്ല തന്നെ. അതാ മദ്മൂൻ. അവിടത്തേക്ക് നോക്കിയിട്ടാണ് എന്താക്കിയത്, ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞത്. നീ എന്താക്കി അധ്വാനിക്കൊന്നുമില്ല, ഒന്നുമില്ലാണ്ട് നീ ഉപേക്ഷ വരുത്തിയാലും അത് തന്നെ എന്താ വലൈസ യസീദു ഫിർ റിസ്ഖിൽ അനാഉ. രാവും പകൽ ഊണുമില്ല, ഉറക്കവുമില്ല, നിന്നത് ഇരിക്കാൻ സമയമില്ലാണ്ട് മിക്കാരും കഥാക്കി. ചിലർ പറയലുണ്ട്, ഉസ്താദെ രാവിലെ മുട്ടുന്ന വയറ്റിന്ന് പുറത്ത് പോകാൻ ഇതുവരെ പോകാൻ സമയം കിട്ടിയിട്ടില്ല. അത് അവിടെ മുറുക്കി കാർക്കട്ടിട്ട് പിടിച്ചു വെക്കല. ഇന്ന് പൈസ ഉണ്ടാക്കാൻ നീക്കി വെച്ചിട്ടില്ല, എണീച്ചിട്ട് പല്ലും വായും തുടച്ചിട്ടില്ല. എന്തിനാ ഇത്? അജ്മിലോ ഫി തലബീന്നല്ലേ പറഞ്ഞു. തലബ് ചെയ്തോ അജ്മിലു എന്ന് പറഞ്ഞാൽ ദീനിന് കോട്ടം വരാൻ പാടില്ല, ആരോഗ്യത്തിന് കോട്ടം വരാൻ പാടില്ല, അഭിമാനത്തിനും അന്തസ്സിനും കോട്ടം വരാത്ത രീതി തലബ് ചെയ്തൊന്നാകും. അജ്മിലു ഫി തലബ്. എന്നാൽ ഈ മതമോന്നോ മാറ്റം ഉണ്ടാവില്ല.
ആ മദ്മൂൻ എന്താണെന്ന് നമുക്ക് തിരിയില്ല. അള്ളാൻ്റെ പട്ടികയിലാണ് ഉള്ളത്. അത് അവസരോചിതമായി കിട്ടുമ്പോൾ അത് മഖ്സൂമായി മാറലാണ്. അത് മദ്മൂനിൻ്റെ നേരെ പകർപ്പാണ്. എന്താണ്? ഇന്ന് രാവിലെ എനിക്ക് ബിരിയാണി തരാനാന്ന് തീരുമാനിച്ച് നമുക്കറിയില്ല. ബറുപാറ്റി തന്നെ നല്ല ബിരിയാണി കിട്ടിയപ്പോൾ ഇന്നത്തെ മഖ്സൂം എന്താണെന്ന് മനസ്സിലായി. മദ്മൂനിൽ പെട്ട സാധനം മഖ്സൂമായി നമുക്ക് തിരിഞ്ഞു. അത് രണ്ടും ഒന്നാണ്. ഒന്ന് മറ്റേത് ഗൈബിൽ കിടക്കുന്നു, മറ്റേത് അനുഭവത്തിൽ കൂടി തെളിഞ്ഞു. മദ്മൂനും മഖ്സൂമും. മൗഊദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ തഖ്വ ചെയ്താൽ ഇതിലെന്താക്കും, റിസ്ക് യാതൊരു വിഷമവും കൂടാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈകാട്ടാതെ അല്ലാഹു തആല തരാമെന്നേറ്റവും ഉമ്മയത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. പ്രതീക്ഷിക്കാത്ത മാർഗത്തിൽ കൂടി റിസ്ക് കൊടുക്കും എന്നുള്ളത് മൗഊദാണ്. ഇതിൻ്റെ മുകളിൽ ഉമ്മയത്തഖില്ലാഹിൻ്റെ ഷർത്തിൻ്റെ മുകളിൽ. അപ്പോൾ തഖ്വാക്ക് എത്ര വർധനവുണ്ടോ അത്ര കണ്ട് റിസ്കിൽ ബറക്കത്ത് ഇങ്ങനെ വരും. എത്ര കണ്ട് കുറയുന്നു അത്ര കണ്ട് ഫക്രും ഫാക്കത്തും വരും. പക്ഷെ മദ്മൂൻ മാറ്റം പറ്റില്ല. മംലൂക്ക് എന്ന് പറഞ്ഞാൽ ഇത്ര പീസ് ഇവനിക്ക് ഇത്ര ഏക്കർ ഭൂമിയുണ്ട്, അവിടെ ഇത്ര ഉണ്ട്, ഇത്രണ്ട്, ഇവനിക്ക് ഒരു ഉപകാരം കാണുന്നുണ്ടാവില്ല. വെച്ചാൽ 2/3, 1/3, 1/6 പകുതി എന്നെല്ലാം മറ്റ് ഓഹരി വെച്ചെടുക്കാനുള്ള സാധനമായിരിക്കും ഈ മംലൂക്ക്. ഇവൻ്റെ റിക്കാർഡിലുണ്ടാവും. ഇവനിക്കവിടെ 10 ഏക്കർ വാങ്ങിയിട്ടുണ്ട്, ഇവനിക്കെന്താ വേറെ പൈസ മൂലക്കാക്കിന്നല്ലാണ്ട് മെച്ച ഓഹരി വെക്കാം. ഇതാ മംലൂക്ക്. അത് ഇവിടുന്ന് അധ്വാനിച്ചുണ്ടാക്കിയാൽ ലോകം മുഴുവനും വിലക്ക് വാങ്ങിയിട്ടിടാം. അതാണ് അധ്വാനത്തിൻ്റെ മുകളിൽ നിൽക്കുന്നത് മംലൂക്ക്. എന്താ ഉപകാരമുള്ളത്? ധാരാളം മംലൂക്കായിരിക്കും നമുക്ക് മഖ്സൂമ്. വലിയൊരു ആജിയാറ് ഇന്നോവ വണ്ടി വാങ്ങി മുമ്പിലെ സീറ്റ് അവിടെ കാലാക്കിയിട്ട് പറഞ്ഞ് നിങ്ങളിലേക്ക് കയറിയിരുന്നോ. നമുക്ക് യാത്ര ചെയ്യാനുള്ള മഖ്സൂം ഇവിടുന്ന് കിട്ടിയാൽ മറ്റാളെ മംലൂക്കിലാണ്. അപ്പം മജീദിൻ്റെ വണ്ടിയിൽ ഒരു സീറ്റ് ഞായറാഴ്ചക്ക് മഖ്സൂം എനിക്കാണ് ഇടത്തേക്ക് വരാനുള്ളത്. അവിടെ വേറെ ആളെ കയറ്റൂല. അതിലേക്ക് ഡിസ്ക് ചോറ് നടത്താൻ വെക്കരുത്. അതല്ല ഈ ഇടങ്ങേറ്. ആദ്യം പൂണ്ട് പിടിച്ചിനെ പറിച്ച് ചാണ്ടാൻ നമുക്ക് JCB കൊണ്ട് പോലും സാധിക്കുന്നില്ലല്ല. ഡിസ്ക് എന്ന് പറഞ്ഞാൽ മാ സാഖഹുല്ലാഹു ഇലാ ഹൈവാനിൻ ഫന്തഫഅ ബിഹി ബിൽ ഫിഇലി എന്നാണ് ഇമാമികളെ താരീഫ്. ഒരു വ്യക്തി, ഒരു ഹൈവാൻ അല്ലാഹു തആല എത്തിക്കുന്ന അതുകൊണ്ട് ഉപകാരം കിട്ടിയ സാധനം ബിൽ ഫിഇൽ ഉപകാരം. അപ്പോൾ ചോറ് വിളമ്പിയിട്ട് പ്ലേറ്റിൽ വെച്ചാൽ അതുകൊണ്ട് ഡിസ്ക് എന്ന് പറയാനായിട്ടില്ല. അത് അസാലിമ പറഞ്ഞെന്താണ്, ചിലപ്പം ഒരാളെ എടുത്തോണ്ട് അവൻ്റെതായിരിക്കും ഡിസ്ക്. ഇവനിക്ക് ഇന്തിഫായ വന്നിട്ടില്ലല്ലോ. ഇനി കൈമന്ന് ബേറിപ്പോയി, അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടിമണി അപ്പം ആയിരിക്കില്ലാണ്ട് പോയി. അതാണ് ഒരു സാധനം നിനക്കുള്ളത്, ഒരു സാധനം മറ്റൊരാൾക്കുള്ളത്. നിനക്കുള്ളത് മറ്റേയാൾക്ക് കിട്ടൂല, മറ്റേയാൾക്കുള്ളത് എനിക്കും കിട്ടൂല. ആർക്കും ഇല്ലാത്തയുണ്ടാവും. കൈമന്ന് ഗ്ലാസ് വീട് പൊളിഞ്ഞ് ചായയും പോയി, ഗ്ലാസും പോയി. ആർക്കും കിട്ടിയേ? ആർക്കുമില്ല. അപ്പം വേറൊരാൾ ഇതൊക്കെ വേറെ ആൾ പാരൂല. ഒരു ജുലൂസാരം പറയും, നമ്മൾ ജുലൂസ് അവിടെ വേറെ ആരെങ്കിലും ഉണ്ടാകും. വേറെ ആളുണ്ടെങ്കിൽ എനിക്കെന്താ കുഴപ്പം? 20 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസത്തിന് 2 മെഡിക്കൽ ഷോപ്പ് നടക്കുന്നില്ലേ? ആടിയുണ്ട് ആള്, ആടി മരുന്ന് ചിലവാന്ന് ഏടിയും മടിഞ്ഞല്ലോ. അത് ഗ്യാപ്പ് എത്രയാണ്? 20 സെൻറ്റിമീറ്ററിന് ഗ്യാപ്പാണ് രണ്ടിൽ നിൽക്കുന്നത്. അപ്പം മറ്റോൻ ഇവൻ്റെത് പാരൂല, ഇവൻ്റെത് മറ്റോനും പാരൂല. ഈ ഗുഡ്സായ ചിന്താഗതിക്കാർക്ക് എൻ്റെ റിസ്ക് ഓൻ ഭാരിക്കളിയോന്നാ പേടി. അതുകൊണ്ടാണ് വേറെ ആരാണ് ഉണ്ടാകും. മറ്റോ വന്നാൽ എൻ്റെ റിസ്ക്കും ഭാരിക്കളഞ്ഞു, ഓൻ വന്നിട്ടാണ് എൻ്റെ ദേഷ്യം ഭാരിയുന്നു. ആർക്കാ വരാൻ കഴിയാം? അതെല്ലാം ഇസ്ലാമിൻ്റെ ഏറ്റുകാതിന് നിൽക്കാത്ത അന്ധവിശ്വാസങ്ങളാണ്. അല്ലെല്ലാം ആദ്യം നമുക്ക് തിരിയുന്നതിന് മുമ്പ് കഴിയുമായിരുന്നല്ലോ. അല്ല അള്ളാഹ് റിക്കാർഡിലുണ്ടാവും. നമുക്ക് പുലരുമ്പാന്നെല്ലാം മനസ്സിലായിരുന്നു. ഇവിടെ ഇങ്ങോട്ട് വാ. മംലൂക്കിൽ ഇവനിക്കൊരു ഇന്തിഫാ ഉണ്ടാവില്ല. ചായ ഇപ്പം മതമൂലം മനസ്സിലായില്ലേ? അപ്പം മംലൂക്ക് ഇവൻ്റെ രാവും പകലുള്ള അധ്വാനത്തിൻ്റെ മുകളിൽ കിടക്കുന്നു. അതുമായി ബന്ധപ്പെട്ടിടത്താക്കും അന്നെന്തെങ്കിലും കൊടുക്കണ്ടേ? അവിടെയാണ് എന്താക്കുന്നത്? ഒരു ദിവസം പണിയെടുക്കാൻ കുറയുന്നു, ഒരു ദിവസം ഓവർ ടൈം പണിയെടുത്താൽ കുറച്ച് കൂടുന്നു. ഏത് കൂടുന്നു? മദ്മൂനും കൂടൂല, മഖ്സൂമും കൂടൂല,
മംലൂക്ക് മാത്രം കൂടി. തഖ്വയും സൂക്ഷ്മതയുണ്ടായി. വലൗ അന്ന അഹ്ലൽ ഖുർആൻ ആമനൂ വത്തഖൗ. ഏതായത് പറഞ്ഞേ? ആരാ ബലഭാഗത്ത് വേണമല്ല, ആരാ പുറത്ത് നോക്കിയിട്ട് അവിടെ പേജ് പറ. എടുക്കട്ടെ ആ കിട്ടി. 163 96 നമ്പർ നോക്ക്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ. കണ്ടാ ഒരു സുലൂക്ക് അവിടെ കൊളുത്തി വെച്ചിട്ടുണ്ട്. എന്താ സുലൂക്ക്? തസ്മീം പിടിച്ച് നടക്കില്ല. അത് മുമ്പേ ആയത്തിച്ചില്ലാന്ന് ആവർത്തിച്ചു പറഞ്ഞു. അള്ളാഹുവിൻ്റെ മക്കളിൽ നിന്ന് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടാൻ അബ്ദ് ചെയ്യുന്ന എന്തോ ഒരു പണി, ഇതാ സുലൂക്ക്. ഇവിടെ എന്താ പറഞ്ഞത്? വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ. ഒരു നാട്ടുകാർ വിശ്വസിക്കുകയും തഖ്വ ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ, ഇത് ഉറപണിയാണ്. അതാ സുലൂക്കിൻ്റെ പട്ടിക. ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്. അത് അല്ലാഹ് ചെയ്യുന്ന പണിയാണ്. അതിനാന്ന് പറയാം ജദ്ബ് എന്ന് ബിലാദ് എന്നല്ല. അങ്ങനെ ഒരു ഇസ്ലാഹിയ അർത്ഥവുമില്ല, ഭാഷാർത്ഥവുമില്ല, ഒരർത്ഥവുമില്ല. അബ്ദിന് അല്ലാഹു തആല എന്താക്കും കൊടുക്കുന്നത്? ലഫതഹ്നാ, അതിൻ്റെ ജവാബല്ലേ ഇത്. ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്. ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്ത് ജമ്മൻ ബറക്കാത്ത്, കണ്ട അത് ഞാൻ തുറന്നു കൊടുക്കുമായിരുന്നു. അപ്പൊ ഇവിടെ ബറക്കത്ത് കാണാത്ത എന്തുകൊണ്ടാന്ന്? അപ്പൊ താലി കാണാത്ത മുഖദ്ദമില്ലാത്തതുകൊണ്ട്. ഏതാ മുഖദ്ദമ്? വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ. ഈമാനും തഖ്വയും അപ്പുറം കുറഞ്ഞപ്പോ നമ്മൾ പറയില്ലേ, സൂര്യൻ ഉദിച്ചിരുന്നുവെങ്കിൽ ഇവിടെ എന്താകും? വെയിലുണ്ടാകുമായിരുന്നു. പക്ഷെ വെയിലില്ല, സൂര്യൻ ഉദിക്കാത്തോണ്ട്. അതല്ലേ നമ്മൾ പണ്ടേ വന്തിക്ക് പിടിച്ചത്. മുഖദ്ദമിൻ്റെ വജൂദ് എന്താക്കും? താലിൻ്റെ വജൂദ് ഉണ്ടാകും. താലിൻ്റെ ഇല്ലായ്മ മുഖദ്ദമിൻ്റെ ഇല്ലായ്മ അറിയിക്കും. തിരിച്ചു വെക്കലല്ലേ. ഇവിടെ ഒന്നിലും ബർക്കത്ത് കണ്ടില്ല. എന്നിട്ട് അല്ലാത്ത ഈമാനും തഖ്വയില്ല, സമീകരിക്കൂല. സംസ്കാരത്തിനാകണ പ്രധാന കട തുടക്കലാണ്. ഇതാ പക്ഷേ വലാക്കി ഇവർ ചെയ്ത പണി കദ്ദബൂ. ഈമാനും തഖ്വയും ഉണ്ടാക്കേണ്ട കൂട്ടർ എന്താക്കി? കദ്ദബുവായി. അപ്പം ലഫതഹ്നാൻ അല്ലാഹ് ചെയ്യുന്ന സുലൂക്കിൻ്റെ ജദ്ബിൻ്റെ ഫല ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. അതാ കദ്ദബൂ ഓറ് ചെയ്ത പണിയാണ്. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ അല്ലാഹ് ചെയ്ത പണിയാണ്. നേരത്തെ ഏറ്റതങ്ങനെയല്ല. അവർ ചെയ്യേണ്ടത് അഹ്ലൽ ഖുർആൻ ആമനൂ വത്തഖൗ ആണ് വേണ്ടത്. എന്നാൽ ഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ ഇപ്പുറം നൽകും. മാറ്റം ചെയ്തപ്പോൾ മാറ്റം ചെയ്ത്. വേറൊന്നുണ്ടല്ല, മേൽഭാഗത്തും താഴ്ഭാഗത്തൊന്നും കൂടെ തിന്നാൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കണ്ടുപിടിച്ചേ. ലാക്കലം മിൻ ഫൗഖിഹിം. ഹസീബ് കണ്ടെത്തി അറിയാം. നോക്കി ഇവിടെ ഒരു വെപ്പിനെത്തിക്കണ്ടേ. شرعوا لهم من الدين ما لم يأذن به الله ولولا كلمة الفصل لقضي بينهم وإن الظالمين لهم عذاب أليم. يعني ترى الظالمين مشفقين مما كسبوا وهو واقع بهم والذين آمنوا وعملوا الصالحات في روضات الجنات لهم ما يشاءون عند ربهم ذلك هو الفضل الكبير. ذلك الذي يبشر الله عباده الذين آمنوا وعملوا الصالحات قل لا أسألكم
ومن يقترف حسنة نزد له فيها حسنا إن الله غفور شكور. മൈദി കിട്ടിയാ പേജ് പറഞ്ഞേ നോക്കാം. നോക്കട്ടെ. നൂറ്റി 19 ആ കിട്ടി. ولو أنهم أقاموا التوراة والإنجيل وما أنزل إليهم من ربهم لأكلوا من فوقهم ومن تحت أرجلهم. ഏകദേശം അതേ അർത്ഥമാണ്. പക്ഷേ ഇത് ഖാസം. വലൗ അന്ന അഹ്ലുൽ ഖുർആൻ എന്നുള്ളത് ആമ്മാണ്. ഇവിടെ വലൗ അന്ന അല്ല, മുമ്പ് അഹ്ലുൽ കിതാബല്ലേ കൊടുക്കുന്നത്. ولو أن أهل الكتاب آمنوا واتقوا لكفرنا عنهم سيئاتهم ولأدخلناهم جنات النعيم. هذا آمنوا واتقوا سلوك. لكفرنا عنهم سيئاتهم ورجذب ولأدخلناهم جنات النعيم. രണ്ടെണ്ണം. ഒന്ന് തക്ഫീറുൽ സയ്യാത്ത്, രണ്ടാമതോ ഇദ്ഖാലുൽ ജന്നത്ത്. വലൗ അന്നഹും, ഹുമിൻ്റെ ദമീറടുത്തേക്കാണ് അഹ്ലുൽ കിതാബിലേക്ക്. അഖാമു തൗറാത്ത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം, അത് യഥാവിധി ഇവിടെ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം, മോനും താലാന്നും തിന്നാൻ കിട്ടുന്നവർക്ക്. കാലത്തപ്പോ അടിയിൽ നിന്നും തീയുണ്ട്, മോളിൽ നിന്നും തീയുണ്ട്. അല്ല, ഇത് അഹ്ലുൽ ഖുർആൻ, അഹ്ലുൽ കിതാബല്ലേ ഖാസ്. എന്നൊക്കെ أم يقولون افترى على الله كذبا فإن يشاء الله يختم على قلبك ويمحو الله الباطل ويحق الحق بكلماته إنه عليم بذات الصدور. അല്ല, അമ്യക്കൂലിന യക്കൂന്ന പറയുന്നേക്കുന്നത് നമുക്ക് കേൾക്കാൻ. അത് കുറച്ചും ബുദ്ധിമുട്ട് എന്നാ ഇവിടത്തേക്ക് എത്തും. അത് പേക്ക് ചെയ്തിട്ട് അവിടെ വെക്കുക. നമുക്ക് മെച്ചാക്കാരെങ്കിലും കൊടുക്കാം. അന്ന് ഓർമ്മ മുടക്കി തരില്ല. അത് തെറ്റട്ട ആരെങ്കിലും സമാസത്ത്. നേരത്തെ കൽബുമായിട്ട് എന്തായി? നായ്ക്ക് കിട്ടിയ ഹത്തുമ്. പരക്കുടെ നായ ഉണ്ടായിനി, ആ നായ്ക്ക കിട്ടിയത് ഹത്തുമ് അല്ലേ? ഞാൻ നിസ്സാന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അസലമുണ്ടായില്ല. കൽബും തമ്മിൽ വ്യത്യാസം പറഞ്ഞ وهو الذي يقبل التوبة عن عباده ويعفو عن السيئات ويعلم ما تفعلون. അള്ളാഹുവിൻ്റെ അഫ്ആലിനെ കുറിച്ച് അറിയുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ട് മാരിഫത്തുല്ലാഹി ഞാൻ കുറേ ഇസ്മാക്കി തിരിച്ചിട്ടുണ്ടേ. അള്ളാഹിൻ്റെ ദാത്തിനെ അറിയുക, സിഫാത്തിനെ അറിയുക, തൻസീഹിനെ അറിയുക എന്ന് പറഞ്ഞിട്ട് അള്ളാഹിൻ്റെ അഫ്ആലിനെ കുറിച്ച് അറിയുക, അവൻ്റെ അബ്ദുകളോടുള്ള പ്രത്യേക മുആമല അറിയുക. അതാ മുആമല. അതാ വഹുവല്ലദി യഖ്ബലു തൗബത അൻ ഇബാദിഹി.
അടിമകൾ തൗബ ചെയ്താൽ അത് സ്വീകരിക്കുന്നവനാണവൻ, സയ്യിഅത്തിന് മാപ്പാക്കി കൊടുക്കുന്നവനാണവൻ. അടിമകളുടെ പെരുമാറ്റ രീതിയുണ്ട്, നീ പോടാന്നിട്ട് തച്ച് വായിക്കൊന്നും ചെയ്യില്ല. പക്ഷെ തൗബ തന്നെ കള്ളാസ് വായിക്കലാക്കിയോണ്ടാണ് ഇപ്പം അതായത്. മാപ്പിള വിളിച്ചാലെന്നപോലെ ഭയങ്കര ദോഷം. പെണ്ണുങ്ങളോട് ഇങ്ങനെ തമ്പുരാനെ പഠിക്കലേ. എന്തെല്ലാം ഉണ്ടാക്കി തീർത്തെന്നറിയോ? ഇനിയോ അള്ളാന്റെ അഫ്ആല് തീർന്നിട്ടില്ല. وَيَسْتَجِيبُ الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ وَيَزِيدُهُم مِّن فَضْلِهِ وَالْكَافِرُونَ لَهُمْ عَذَابٌ شَدِيدٌ. ഈമാനും അഅ്മാലു സ്വാലിഹാത്തും ഉള്ള ആളുകൾക്ക് അല്ലാഹു തആല ഉത്തരം ചെയ്യും. യഖ്ബലു തൗബത്താന്റെ വാക്കി വയസീദുഹും മിൻ ഫളിലിഹി, അല്ലാഹുവിന്റെ ഫളിലിൽ നിന്ന് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് അല്ലാഹു തആലയുടെ അബദുകളോട് ചെയ്യുന്ന മുആമല. പക്ഷെ ഇതൊക്കെ നിഷേധിച്ച ആളുകൾക്ക് അദാബുൻ ശദീദ് വേറെ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി إنه بعباده خبير بصير. وهو الذي ينزل الغيث من بعد ما قنطوا وهو الذي ينزل الغيث من بعد ما قنطوا وينشر رحمته. യൻസുറൂനില്ലല്ലോ. وهو الذي ينزل الغيث من بعد ما قنطوا وينشر رحمته. യൻസുറൂനില്ല. وهو الذي ينزل الغيث من بعد ما قنطوا وينشر رحمته وهو الولي الحميد. വയൻസുറൂന നൂന് കൊടുക്കാനുള്ള ഹക്ക് തീർന്നിട്ടില്ല, കടം പിടിക്കില്ല. ഇതിനു വേണ്ടി അതിനകത്ത് ഒരാളിക്ക് മൂക്കളന്നാൽ മതി. ഇതാ അടുത്തേക്ക് എത്തണം. وهو الذي ينزل الغيث من بعد ما قنطوا وينشر رحمته وهو الولي الحميد. അള്ളാഹുവിനെ പറ്റി അവിടെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളം കിട്ടാണ്ട് ആ കഷ്ടപ്പെട്ട് ദുരിതമനുഭവിച്ചു. എനിക്കത്ര മഴയില്ല, അതാ മഴ കൊടുക്കുന്നതാ. എന്നിട്ട് അവൻ്റെ റഹ്മത്തിനെ വിതരണം ചെയ്യുന്നുണ്ട്. അതും അള്ളാഹുവാണ്. പണ്ട് ഏട്ടാന്ന് വിളിച്ചാൽ ഒരു കോപ്പ വെള്ളം കിട്ടുന്ന കാലം ഉണ്ടായിരുന്നു. 5 വക്ത നിസ്കാരം ഒറ്റ ഒന്നോട് വൃത്തിയാക്കി സമയം ഉണ്ടായിരുന്നു വെള്ളയിലേക്ക്. എന്നിട്ട് ഏതോ പോത്ത് കിടക്കുന്ന കുണ്ടിന്ന് എന്താക്കുന്നറിയോ, വെള്ളം കൊണ്ടുവരും ടാങ്കിയിൽ എന്നുണ്ടോ കുത്തിക്കൊരിച്ച്. ഇതിലേ കൂടി പോകുമ്പോൾ മന്ന മുതൽ ഇന്ന് നിൽക്കുന്ന ഹാദി പള്ളിയാടം വരേണ്ട ക്യൂ. ചെറിയ നമ്മളെ എന്താ നടക്കാനാകുന്ന കുഞ്ഞിലേമേലെ ഒരു നെറ്റുപാത്രമുണ്ടാവും. വലിയ എടുക്കാൻ വന്ന ആൾക്കാർ ബക്കറ്റും ഉണ്ടാവും. ഏട്ടാ ഏട്ടാ എന്ന് പറഞ്ഞാൽ ഒരു ലോറിക്കകത്തുനിന്ന് വയറ്റി കൊടുക്കും. ചായ കുടിക്കാൻ തന്നെ, ചായ വെക്കാൻ തന്നെ നമുക്ക് അനുഭവിച്ച് കഴിഞ്ഞതായത് കൊല്ലാത്രൊന്നും ആയിട്ടില്ല. അപ്പോഴാണ് അല്ലാഹു തആല പിടിച്ചു വെച്ച പാഠം പഠിക്കുന്ന പാഠം കണ്ടത്. മന്ന ജംഗ്ഷൻ മുതൽ ഇന്ന് നിൽക്കുന്ന ഹാദിപ്പള്ളിയുടെ മുമ്പിൽ വരണ്ട് ക്യൂ. നടക്കാവുന്ന 2 വയസ്സുള്ള നമ്മൾ ബിലാലിൻ്റെ വയസ്സുള്ള കുട്ടികളെ തിരിഞ്ഞ തൂക്ക് മാത്രം. ഒരിക്കന്നത്ര അണ്ണാരക്കണ്ണൻ തന്നാലായതുപോലെയെന്ന് പറഞ്ഞില്ലേ, അതില്ലേ? തന്നാലെന്ന് പറഞ്ഞാൽ വെറുതെ ആയിരുന്നില്ല, തന്നാൽ ആയതുപോലെയെന്ന്. വലിയൊരു അമ്പലം എടുക്കുന്നുണ്ട് പോലും. ആളെല്ലാം മണ്ണ് കൊണ്ടാണ്ട് കൊത്തി കോരി ഇടുമ്പോൾ ഒരണ്ണാരക്കണ്ണൻ വിചാരിച്ച് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന്. അവൻ പോയിട്ട് എന്താക്കി, പുഴയിൽ മുങ്ങിപ്പോയി. പുഴയിൽ മുങ്ങിയിട്ട് എന്താക്കി തരിക, പൊടി മണ്ണിലൊന്നും ഇങ്ങനെ കടന്നു. അപ്പം എന്താക്കി, മണ്ണ് പിടിച്ച് ഇറ്റികൂടെ കയറിയിട്ട് ഒറ്റ കുടയിൽ അണ്ണാരക്കണ്ണനും തന്നാലായതുപോലെ 10 ഗ്രാം മണ്ണ് ആരായിട്ട് അമ്പലത്തിറക്കിട്ടു. ഇതാണ് അതിൻ്റെ കഥ. തന്നാലല്ല, തന്നാൽ ആയതുപോലെ.
ഈ കൊടുക്കുന്ന വെള്ളം ഏതാന്ന് എവിടുന്നോ കൊണ്ടിന്ന് കോരിക്കൊണ്ടാന്നേ അവിടെ പോത്തുണ്ടാവും ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ കളിക്കുന്നു. പക്ഷെ വെള്ളം ജലവിതരണത്തിൻ്റെ ആളാകാൻ വേണ്ടിയിട്ട് എന്തെല്ലോ കഴിച്ചുകൊണ്ടിരും. അങ്ങനത്തെ എത്ര വെള്ളം വേസ്റ്റാക്കി പള്ളി ചിലപ്പോൾ ഇപ്പം തിരിച്ചിട്ടുണ്ടെന്ന് പലരോടൊക്കെയല്ലേ എന്നിട്ട് പോകുന്നുണ്ടാവും. നാടെ പൂട്ടിക്കൂടെ? അന്ന് ഒന്ന് ടൈറ്റാക്കിയാൽ വല്ല കാര്യം കുഴപ്പം. നോക്കാം. വമീൻ ومن آياته خلق السماوات والأرض ومن آياته خلق السماوات والأرض وما بث فيهما من دابة وهو على جمعهم إذا يشاء قدير. ഈ സമ പറയും ബാത്തി പറയാക്കിയാൽ ചില കലിമാത്തിന് ആകെ കൊലക്കടാവും. ومن آياته خلق السماوات والأرض وما بث فيهما من دابة وهو على جمعهم إذا يشاء قدير. നമ്മുടെ മലയാള ഭാഷയിലില്ലേ നമുക്കറിയാം ഉദാഹരണം പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു കൊട്ടത്തേങ്ങയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. കൊട്ടത്തേങ്ങ എന്ന് പറഞ്ഞാൽ ഉണങ്ങിയിട്ട് മുലക്കുന്ന ഒരു കൊട്ടത്തേങ്ങ. ആ കൊട്ട ഒറ്റായിട്ട് വയ്ച്ചാൽ ഒരു കൊട്ട തേങ്ങ രണ്ടും രണ്ടായിട്ട് വയ്ച്ചാൽ എന്താകും? ഒരഞ്ചവത്തണ്ടുണ്ടാവും. ആരോ പണം അല്ലേ? ആ വരണം ആ വേറെ ആക്കി ഇഷാറത്താക്കിയ ഭരണം വേറെയായി. ആ ഒന്നിച്ചു കൂട്ടിയാൽ എന്തായി? ആവരണേ. എന്നാല് സമാ പറയും ബാത്തി പറയാക്കിയാൽ ഈ സാധനം കുഴപ്പമായി. ومن آياته خلق السماوات والأرض وما بث فيهما من دابة وهو على جمعهم إذا يشاء قدير. ini ini وما لكم من دون الله ولي ولا نصير. ومن آياته الجوار في البحر كالأعلام إن يشأ يسكن الريح فيظللن رواكد على ظهره إن في ذلك لآيات لكل صبار شكور. أو يوبقهن بما كسبوا ويعفو عن كثير. അപ്പോൾ സമുദ്രത്തിലുള്ള കപ്പലിനെ പറ്റിയാണ് അറിയുന്നത്. വലിയ പർവ്വത തുല്യമായ കപ്പലുണ്ടാവും വൃത്ത് സാധനങ്ങൾ കയറ്റിച്ച്. പക്ഷെ അക്കാലത്ത് ഡീസലോ എഞ്ചിനൊന്നും ഉണ്ടാവില്ല. കാറ്റാണ്. കാറ്റിനാശ്രയിച്ചിട്ടല്ലേ പോക്ക്. എന്താ പറയുന്നത്? കാറ്റ് അളക്കൂല എന്ന് ഞാൻ വിചാരിക്കാം. കാറ്റടിക്കണ്ട എന്നെന്താ കപ്പൽ കൊണ്ട കടലടക്കും. അതാ ഇഞ്ഞശ യുസ്കിനെ ദിഹ പോയി എന്നല്ല എന്നെ റവാക്കിത അലാലഹരി ബഹറിൻ്റെ മുകളെന്താക്കും? കപ്പൽ ഓടാണ്ട് അങ്ങനെ തന്നെ സ്തംഭിച്ച് കിടക്കും. പോക്കുണ്ടാവില്ല, വരവുണ്ടാവില്ല. സാധനം കൃത്യസമയത്ത് എത്തിക്കാനും കഴിയില്ല. ഇനി ويعلم الذين يجادلون في آياتنا ما لهم من محيص. ഇനി ആ കപ്പൽ ഈ കാലഘട്ടത്തിൽ അതിന്റെ യഥാർത്ഥ ഉണ്ടായിട്ടില്ല. വലിയ അത് എത്ര വലിയ വലിയ കപ്പലുണ്ട്. അത് അക്കാലത്തും അപൂർവമായിട്ടുണ്ടാകല്ല.
ഇനി ഭാവിയിൽ ഉണ്ടാകുന്നതും ആകാല. നമ്മളുടെ അങ്ങാടി വിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് അപ്പോഴൊന്നും കണ്ടിട്ടില്ലല്ലോ അതിൻ്റെ യഥാർത്ഥ സ്വഭാവം. അത് പിന്നെ എല്ലാവരും കേൾക്കേണ്ടതുണ്ട്. നമ്മളെ ചൊറുക്കള റോട്ടിന് പോകുന്ന ലോറി കണ്ടാൽ ദുഞ്ഞാവ് ദേശം കെട്ടിയിട്ടാണ് പോകുന്നത് വിചാരിച്ചു പോകുന്നു. ഇലക്ട്രി കമ്പിയെല്ലാം മുട്ടു, ചിലപ്പോൾ ആകാശത്തിനൊക്കെ മുട്ടി പോകുന്നു തോന്നുന്നു. ദുഞ്ഞാവ് ദേശമുള്ള കണ്ടെയ്നർ ഇരിക്കുന്നു. അത് പോലെ والذين يجتنبون كبائر الإثم والفواحش وإذا ما غضبوهم يغفرون. غضبوهم എന്ന ഗളിബൂലേക്കല്ല അതിൻ്റെ ബന്ധം ഉണ്ടാവില്ലേ? ഗളിബൂൻ്റെ മഫൂലിൻ്റെ ബന്ധമല്ലല്ലോ. ഹും യഗ്ഫിറൂനാന്നല്ലല്ലോ. والذين يجتنبون كبائر الإثم والفواحش وإذا ما غضبوا هم يغفرون. കേട്ടാൽ ഗളിബൂഹും ഗളിബൂൻ്റെ മാമൂലാണ് ഹും എന്ന് തോന്നിപ്പോകും. ഹും ഒന്നും കൂടെ അത് والذين استجابوا لربهم وأقاموا الصلاة وأمرهم شورى بينهم ومما رزقناهم ينفقون. എന്തേ ഇപ്പം ഇല്ലേ പാകല്ലുള്ളത്? ولمن انتصر بعد ظلمه فأولئك ما عليهم من سبيل إنما السبيل على الذين يظلمون الناس ويبغون في الأرض بغير الحق أولئك لهم عذاب أليم. ولمن صبر وغفر إن ذلك لمن عزم الأمور. ومن يضلل الله فما له من ولي من بعده وترى الظالمين لما رأوا العذاب يقولون هل إلى مرد من سبيل. فتراهم يعرضون عليها خاشعين من الذل ينظرون من طرف خفي فقال الذين آمنوا إن الخاسرين الذين خسروا أنفسهم. എന്താക്കല് വക്കാലല്ലതീന നിർത്ത ഇതേമാതിരി വന്നിട്ടടക്കും.
അവിടെ തുടങ്ങിയതിൽ അടുത്തൊക്കെ വന്നു കൂടെ. അപ്പോൾ കുടുങ്ങിയ എന്താക്കല് ഇന്നൽ ഖാസിരീന നടക്കലുണ്ട്. ഒരാത്തും കൂടി ഉമ്മാക്കാണ് ومن يضلل الله فما له من سبيل. അതില്ല ഒന്ന് തർക്ക് തുടങ്ങാൻ. استجيبوا لربكم قبل أن يأتي يوم لا مرد له من الله ما لكم من ملجأ يومئذ وما لكم من نكير. فإن أعرضوا فما أرسلناك عليهم حفيظا إن عليك إلا البلاغ وإنا إذا أذقنا الإنسان منا رحمة وفرح بها وإن تصبهم سيئة بما قدمت أيديهم فإن الإنسان كفور. لله ملك السماوات والأرض يخلق ما يشاء يهب لمن يشاء إناثا ويهب لمن يشاء الذكور ويهب لمن يشاء الذكور أو يزوجهم ذكرانا وإناثا ويجعل من يشاء عقيما إنه عليم قدير. കേട്ടായത്തുന്നത് പക്ഷെ എന്നാലും പണ്ടുള്ള ജമൂലിയത്ത് പോവില്ല. ലില്ലാഹി മുൽക്കുസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും എല്ലാ അധികാരങ്ങളും അല്ലാഹു തആലാക്ക് മാത്രമുള്ളതാണ്. ഇനി കുടുംബങ്ങളെ 4 തരത്തിലാക്കുന്നുണ്ട്. ഈ 4-ൽ പെടാത്ത 5-മത്തൊരിനെ ലോകത്തുണ്ടാവില്ല. എന്താണ്? യഖ്ലുഖു മാ യശാ, ഇവിടെ പടക്കുന്നത് അല്ലാഹു തആല വേണ്ടത് വെച്ചതാണ് ഇവിടെ പടക്കുന്നത് അല്ലേ? അതാദ്യം പറഞ്ഞു വെച്ചു. യഹബു ലിമൻ യശാഉ ഇനാസാ, അല്ലാഹു തആല വേണ്ടി വെച്ചവർക്ക് പെമ്മക്കളെ മാത്രം എന്താക്കും? ഹിബത്തായിട്ട് കൊടുക്കുന്നവരുടെ. അപ്പം ഹിബത്ത് എന്ന് പറഞ്ഞാൽ ഓശാരെന്നല്ലേ? ഓശാരത്തിൻ്റെ മുമ്പിലൊന്നും വേറൊന്നും അങ്ങോട്ടൊന്നും ഇല്ലല്ലോ. അപ്പം വലതിനെ കൊടുക്കുന്ന രംഗത്തെ ഖുർആൻ എവിടെ പറഞ്ഞാലും ഹിബത്ത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ അല്ലേ? റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയത്തൻ ത്വയ്യിബ വവഹബ്നാ ലഹു വഹബ വഹബ വഹബ. അപ്പം പെമ്മക്കൾ മാത്രം ഉണ്ടാവും ചിലർക്ക്. അങ്ങനെ കുടുംബം അല്ലാഹു തആല വേണ്ടി വെച്ചവർക്ക് ആമക്കം മാത്രം. ഉമ്മാനെ സഹായിക്കാൻ പോലും ആരുമില്ല, അമ്മക്കം മാത്രം. ആണുണ്ടാവും പെണ്ണുണ്ടാവും. അപ്പൊ ഈ 4 ഈ പറഞ്ഞതിൽ ഏതെങ്കിലും നമ്മ ഏതെങ്കിലും ഒന്നിലുണ്ടത് അല്ലേ? വയജ്അലു മൻ യശാഉ അഖീമ, മക്കൾ തീരെ ഇല്ലാത്തവയാക്കുന്നുണ്ട്. അപ്പം മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട് പാമ്പിന് മുട്ട കൊടുക്കലോ ആടെ പോയിട്ട് ഇളനീര് കുടിക്കലോ അത് ഏത് ബാബിൽപ്പെട്ടതാണ് ഹസീബ എന്ന് പറഞ്ഞ ഒരുത്തരണ്ട് ഇങ്ങനെ ബാർപ്പുണ്ടാക്കി ഇങ്ങനെ നിൽക്കുന്നു, അതിന് മുട്ട കൊടുക്കണം പോലും.
മുട്ട കൊടുത്തിട്ട് എന്താക്കും, അതിനടിച്ചു പോയതുകൊണ്ടെന്താക്കും, നമ്മളയച്ചാക്കിയിട്ട് അടിക്കലാന്നാണ്, അതിൻ്റെ തോടാടെ വെക്കും പോലും. അപ്പം അത് അവർ 5 ദിവസം വേറെ എണ്ണണ്ടേ. ചിലക്ക് പാവിന് മുട്ട കൊടുത്തിട്ട് മക്കളെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതിനോടൊന്നും പറയാത്ത ഇല്ല, ഗ്യാസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചില വിശ്വാസങ്ങൾ നടക്കുന്നുണ്ട്. ഇത് കിട്ടുന്ന മുട്ടയത്തിന് എന്താ ചെയ്യാന്ന് സുഖൂനോട് ചോദിച്ചാൽ പോലെ ഞാൻ പരക്കൊണ്ടവർ അടിക്കലാന്നാണ്. എന്നാൽ പിന്നെ നമ്മളെ സ്വന്തം മക്കൾക്ക് ആക്കി കൊടുത്താൽ പോലെ കുംസിയാക്കുക, മുട്ട മറിച്ചതാക്കുക, മറിക്കാത്തതാക്കുക, അടിമറിച്ചിട്ടാക്കുക, പലതൊക്കെ കൂടെ. മക്കളില്ല, അതിലേക്ക് കൊടുത്തുന്നേ ഇതിൽ കൊടുത്ത് കിട്ടിയെന്നാ പറയും. കിട്ടിയ അനമുസ്ലാക്കന്മാരെ പറയുന്നത് എന്നാൽ കിട്ടുന്ന കാണുന്നുണ്ടല്ലോ, അനുഭവ സാക്ഷിയാണ്. അതാ തെളിവ്. അങ്ങനെ ഇതൊന്നും ആക്കാത്താക്കും കിട്ടിയിട്ടില്ലേ? കൊല്ലത്തിൽ പന്നാളുണ്ടല്ലോ, ഒന്നും ആക്കാണ്ട് ആ പട്ടികയിൽപ്പെട്ടതായിരിക്കും ഈ കിട്ടിയത്. ഏത് അപ്പൊ ഇങ്ങനെ എന്തല്ലോ അന്ധവിശ്വാസങ്ങളാണ് കെട്ടിയുണ്ടാക്കുന്നത്. എല്ലാ ദീനിന്റെ മേലുണ്ടാക്കി തീർക്കുക. അള്ളാഹു നിശ്ചിതമാക്കി യഹബു ലിമയ്യശാവു ആടി മയ്യശാവു അവ യഹബു ലിമയ്യശാവു വയജഅലു മയ്യശാവു. وما كان لبشر أن يكلمه الله إلا وحيا أو من وراء حجاب أو يرسل رسولا فيوحي بإذنه ما يشاء إنه علي حكيم. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഷറിനോട് അവൻ സംസാരിക്കുന്ന രീതിയായി പറയുന്നത്. സംസാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് ഇംഗ്ലീഷോ മലയാളം എന്ന് ചോദിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ കലാമിൻ്റെ വിശേഷണം നമ്മൾ പണ്ടേ പഠിച്ചിരുന്നു. അതിന് 3 ശൈലിയാണ് അള്ളാഹു തആല ഉപയോഗിച്ചത്. അതിൽ ഹസറാക്കി 4മത്തൊന്നില്ല എന്നില്ലേ. എന്താണ്? വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹുല്ലാഹു ഇല്ലാ വഹ്യാ, ഒരു ശൈലി. ഔ മിൻ വറാഇ ഹിജാബ് 2. ഔ യുർസില റസൂലൻ ഫയൂഹിയ ബിഇദ്നിഹി മാ യശാ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും ആവില്ല. അത് വഹീൻ്റെ വലിയൊരു വിശദീകരണം ആസങ്ങളോളം സംസാരിക്കാനുണ്ടാവും. ആദ്യം തൗഹാം ഖയാലാത്തും എല്ലാം ഉണ്ടാകും, പിച്ച് ചെയ്ത് എടുത്ത് ചാടണം. എന്നിട്ട് വൃത്തിയാക്കിയിട്ടാണ് പണി തുടങ്ങും. എല്ലാം എന്താവും, ആണോ അല്ല പെണ്ണുമല്ലാത്ത കുളത്തിലാവും. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റിദ്ധാരണ വരുന്നതിനാണ് ഇന്നഹു അലിയും എന്നാണ് കൂട്ടിക്കൊടുത്തത്. അലി എന്ന തൻസീഹിൻ്റെ സിഫത്താണ്. നിങ്ങൾ വിചാരിക്കുന്ന, നിങ്ങൾ മനസ്സിൽ കോലപ്പെടുത്തുന്ന എന്തെല്ലോ തരത്തിലല്ല, അതിനെത്തണ്ട് അല്ലാഹു തആല പരിശുദ്ധനാണ്, ഹക്കീമുമാണെന്ന്. അപ്പോൾ അംബിയാ മുർസലീങ്ങൾ കിട്ടുന്ന വഹീൻ്റെ എല്ലാം പട്ടിക 3-1 പെടും. അതിനോരോ ശാഖകൾ കുറയുണ്ടാവും. ഇത് ബഷരിൻ എന്നുകൊണ്ട് നടക്കുന്നു. അവനും അഹുമയും പറയാൻ ഹിജാബിൽ പെടും. അവിടെ പിന്നെ വാസിത്ത വേണ്ട. അഥവാ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മാക്ക് വഹി അറിയിച്ചെന്ന് പറഞ്ഞു. ആ കലാം എങ്ങനെയാണ്? അപ്പം വഹിയ്, ഇൽഹാമ് എല്ലാ ഇനങ്ങളും ഈ 3 ഒതുങ്ങി. അത് വീണ്ടും ചർച്ചാ വിഷയമാണ്. അതിപ്പോൾ അതിന് പറ്റുന്ന ആളുണ്ടെങ്കിലല്ലേ വരണ്ടുള്ളൂ. അലിറലിന്ന് പറഞ്ഞാണൊക്കെ മടമാൻ പറ്റിയ പാത്രം കിട്ടിയിട്ടില്ല എന്നുണ്ടല്ലേ കിണറിൽ ഊതിയ മമ്മിഞ്ഞോണ്ടല്ലോ ഊതിയ. അതെ, മുള 30 ഇൽമ വന്നെടുക്കാൻ വേണ്ടി മടമാൻ പറ്റിയ പാത്രം കിട്ടായിട്ട് ഒരു കിണറെടുത്ത് ഒരൊറ്റ ഊത്താന്ന് വരും. കിണറിൽ വെള്ളം നിറഞ്ഞ അവസാനം വെള്ളപ്പൊക്കായി അവിടെ മുള മുളിച്ചെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് കലമ്പ് എത്തുന്ന എറ ഉണ്ടായിരുന്നു. അല്ല, ആ 3 ശൈലി എടുത്തു വെച്ചിട്ടാണ് وَكَذَلِكَ أَوْحَيْنَا إِلَيْكَ رُوحًا مِّنْ أَمْرِنَا
ما كنت تدري ما الكتاب ولا الإيمان ولكن جعلناه نورا نهدي به من نشاء من عبادنا وإنك لتهدي إلى صراط مستقيم صراط الله الذي له ما في السماوات وما في الأرض ألا إلى الله تصير الأمور وكذلك دعوتهم അപ്പോൾ റൂഹിനെ വഹി അറിയിച്ചത് അതിന് റൂഹ് എന്നുള്ളത് 7 അർത്ഥങ്ങൾക്ക് വേണ്ടി ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അത് മനുഷ്യന് തടയിലുള്ള റൂഹല്ല. അത് ഇവിടെ റൂഹുണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ്. അവിടെ വെക്കാം. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين.